നമസ്കാരം. കേരള പോലീസിന്റെ തല്ലുമാല കഥകൾ മെഗാ പരമ്പര പോലെ ഓരോ എപ്പിസോഡായി പുറത്തു വരികയാണ്. അടി, ഇടി, ചെവിക്കല്ല് തകർക്കൽ, കാൽവെള്ളയിൽ ലാത്തിയുടെ ബലം പരീക്ഷിക്കൽ, വീട്ടുകാരെ ചേർത്തുള്ള തെറി അഭിഷേകം തുടങ്ങിയ അല്ലറ ചില്ലറ കലാകായിക പരിപാടികൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിനാണ് നാടാകെ കാക്കിയുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഉറഞ്ഞു തുള്ളുന്നത്. ഇതൊക്കെ കേട്ടാൽ തോന്നും പണ്ട് പച്ചവെള്ളം പോലും ചവച്ചിറക്കുന്ന സ്വഭാവമായിരുന്നു പോലീസിനെന്ന്. ഇപ്പോഴാണ് കാക്കിധാരികൾ ഭീകരജീവികളായി രൂപാന്തരം പ്രാപിച്ചതെന്ന മട്ടിലാണ് പ്രചരണത്തിൻ്റെ പോക്ക്. ഇതൊക്കെ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത്? നമ്മുടെ ഏമാന്മാർ അറിയപ്പെട്ടിരുന്ന ഘടാഘടിയൻ പേരുകൾ മാത്രം മതി അന്ന് കിട്ടിയിരുന്ന അടിയുടെ അളവറിയാൻ. ഇടിയൻ, മിന്നൽ, ക്വിൻ്റൽ, ഇങ്ങനെ കിലോ കണക്കിന് ഭാരമുള്ള അപരനാമങ്ങളുടെ തലപ്പാവ് വെച്ച ഏടുമാരുടെ കാലം അങ്ങനെ അങ്ങ് മറക്കാനാകുമോ? പുലി ഇറങ്ങി, കരടി ഇറങ്ങി എന്നൊക്കെ വാർത്ത പറഞ്ഞാൽ അന്നത്തെ പതിവനുസരിച്ച് മിക്കവാറും നാട്ടുകാർ പൂച്ചകളാകും. കാക്കിയുടെ വന്യത മീശ വിരിച്ചെത്തുന്ന ഇരുകാലികളാണ് ഇവരെന്ന് സാമാന്യ ജനത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. സാധാരണക്കാർ മാത്രമല്ല, അവരെ ഇന്നലകളിൽ ഭരിച്ചിരുന്ന, ഇന്ന് ഭരിക്കുന്ന, നാളുകളിൽ ഭരിക്കാൻ പോകുന്ന നേതാക്കളൊക്കെ കാക്കിയുടെ കൈക്കരുത്തും കാൽക്കരുത്തും അറിഞ്ഞു തന്നെയാണ് രാഷ്ട്രീയ ഗോതയിൽ പയറ്റിത്തെളിഞ്ഞത്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ പോലീസ് മർദ്ദനത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാൾ. 70കളിലെ ആ ക്ഷുഭിത യൗവനം, ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഒരു കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്താണ്. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലെ പോലീസ് ക്രൂരതയുടെ മുറിവുകളിൽ നിന്ന് ഇപ്പോഴും ചോര പൊടിയുന്നില്ലേ? ഇങ്ങനെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ ചികഞ്ഞെടുക്കാൻ ഏറെയുണ്ട്. നമുക്ക് വർത്തമാനത്തിലേക്ക് വരാം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളാണല്ലോ ഈ ഓണക്കാലത്തും പ്രതിഷേധത്തിൻ്റെ പൂവിളിക്ക് തുടക്കമിട്ടത്. 2023 ഏപ്രിലാണ് സംഭവത്തിൻ്റെ തുടക്കം. ചൊവ്വന്നൂരിലെ പൂരാഘോഷം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്. അമ്പലത്തിലെ ശാന്തിക്കാരൻ കൂടിയായിരുന്നു ഈ യുവാവ്. വീടിനു സമീപം പോലീസ് എത്തിയതറിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നത് കണ്ട് സുജിത്ത് കാര്യം തിരക്കുന്നു. യുവാക്കൾ മദ്യപിക്കുന്നു എന്ന തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലെത്തിയ പോലീസുകാർക്ക് സുജിത്തിൻ്റെ ഇടപെടൽ രസിച്ചില്ല. സുജിത്തിനെ ജീപ്പിൽ കയറ്റിയ പോലീസ് വാഹനത്തിൽ വെച്ച് തന്നെ മർദ്ദനം തുടങ്ങി. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പലയിടങ്ങളിലായി വീണ്ടും തല്ലിച്ചതച്ചു. മദ്യപിച്ച് സംഘർഷമുണ്ടാക്കി, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് FIR ഇട്ടു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്നുകൂടി നോക്കണമെന്ന് സുജിത്ത് ആവശ്യപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ FIRഉം വൈദ്യപരിശോധനാ റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമായതോടെ സുജിത്തിന് ജാമ്യം ലഭിച്ചു. പുറത്തിറങ്ങിയ സുജിത്ത് കടുത്ത ചെവിവേദനയെ തുടർന്ന് ഡോക്ടറെ കണ്ടതോടെ കർണപടം പൊട്ടിയതായി കണ്ടെത്തി. തുടർന്നാണ് സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിന് തുടക്കമാകുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ ആദ്യം മുതൽ ഒപ്പം നിന്നു. കോടതി, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങി സാധ്യമായ എല്ലായിടത്തും പരാതികളും ഹർജികളും എത്തി. സുജിത്തിൻ്റെ പരാതിയിൽ ഇടപെട്ട കോടതി പോലീസ് ഉദ്യോഗസ്ഥരായ നുഹ്മാൻ, സന്ദീപ്, സജീവൻ, ശശിധരൻ എന്നിവരെ പ്രതികളാക്കി കേസെടുത്തിരുന്നു. ഇതിൽ ശശിധരൻ ഒഴികെയുള്ള പോലീസുകാർക്കെതിരെ സ്ഥലം മാറ്റം, വേതന വർധനവ് തടയൽ തുടങ്ങിയ ലഘുവായ ശിക്ഷകൾ മാത്രമാണ് ഇതേ തുടർന്നുണ്ടായത്. ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ നൽകാൻ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നപ്പോഴേക്കും വർഷം 2.5 കഴിഞ്ഞു. പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ട് കേരളം ഞെട്ടി. സംസാരിക്കുന്ന തെളിവുകൾക്ക് മുന്നിൽ സർക്കാരിനോ പോലീസ് ഉന്നതർക്കോ പ്രതിരോധമില്ലായിരുന്നു. ഇതോടെ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും ആലസ്യം വിട്ടുണർന്നു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കും സ്റ്റേഷനുകളിലേക്കും മാർച്ചായി, ജലപീരങ്കിയായി, ലാത്തിയടിയായി, അങ്ങനെ ഓണത്തല്ല് ഗംഭീരമായി. ആരോപണ വിധേയരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരുള്ളത്. കോൺഗ്രസ് ആകട്ടെ അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. കുറച്ചു നാളായി മാങ്ങയായാൽ മടിയിൽ വയ്ക്കാം, മാവായാൽ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് കുറ്റിയിൽ കറങ്ങിക്കൊണ്ടിരുന്ന പാർട്ടിക്ക് അതങ്ങ് വെട്ടിക്കളയാൻ കിട്ടിയ സുവർണാവസരമാണ്. അതുകൊണ്ട് കുന്നംകുളത്തെ സമരാഗ്നി കെടാതെ സൂക്ഷിച്ചേ മതിയാകൂ. അതിനുവേണ്ട ഇന്ധനമൊക്കെ സ്റ്റോക്കുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഓരോ ദിവസവും സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി വരുന്നു. ഇതിനിടയിൽ സുജിത്തിനെ ചേർത്ത് പിടിക്കാനും മറക്കുന്നില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സുജിത്തിന് വിവാഹ സമ്മാനമായി മോതിരം നൽകി സ്നേഹവലയം ചാർത്തിയപ്പോൾ 2 പവൻ്റെ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പത്തരമാറ്റ് പാർട്ടി കൂറിൻ്റെ തിളക്കമേറ്റി. എന്തായാലും എന്തിനുമേതിനും ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്ന പേരുള്ള കുന്നംകുളത്ത് നിന്ന് നീതിയുടെ 916 പ്രകാശം പരക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.